ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാപന സമ്മേളനവും സമ്മാനദാനവും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരുടെ കൂട്ടം എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ പ്രോഗ്രാം, അതായത് നമ്മുടെ ക്രിസ്മസോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം, കുഞ്ഞു കുട്ടികൾക്ക്, അംഗൻവാടി കുട്ടികൾക്ക് ഒരു കലോത്സവം എന്നതിൽ അവരുടെ ഡാൻസും പാട്ടും ഒക്കെ ഇട്ടൊരു കുഞ്ഞു മത്സരം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സമ്മാനദാനമാണ്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പിന്നെ പങ്കെടുത്ത എല്ലാ അംഗൻവാടികൾക്കും പ്രോത്സാഹന സമ്മാനം. പിന്നെ അത് പോയിട്ട് ഈ ക്രിസ്മസോടനുബന്ധിച്ച് തന്നെ അവർ വേറെ മത്സരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും വേറെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനുള്ള സമ്മാനദാന ചടങ്ങാണ്. അപ്പോൾ സമ്മേളനവും പൊതുയോഗമൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലോങ് ആയിട്ടൊന്നും ഞാൻ എടുത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന ഞങ്ങളുടെ MLA ശ്രീ CK ഹരീന്ദ്രൻ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പിന്നെ വേറെ അതിഥികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഭാരവാഹികളെല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും അറിയില്ല കേട്ടോ, ആർക്കാ അങ്ങനെ, കാരണം ഇതിലവരങ്ങനെ നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ട്, പൊതുയോഗം കഴിഞ്ഞിട്ട് സമ്മാനം കൊടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും 20 അംഗൻവാടികളാണ് കേട്ടോ പങ്കെടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും 20 അംഗൻവാടികൾക്ക് സമ്മാനം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ വരാനായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ അടുത്തായതുകൊണ്ട് പിന്നെ വൈകുന്നേരമായിരുന്നു കേട്ടോ, ഒരു 7 മണി 7:30 ആകുമ്പോൾ തീരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ലേറ്റായി, തുടങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ എന്തായാലും ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പോകാനായിട്ട് പറ്റി. ചേട്ടൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അമ്പാടിനെയും കൊണ്ട് ആണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ എല്ലാവർക്കും വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്പാടിയുടെ അംഗൻവാടിയിൽ നിന്ന് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അമ്പാടിയും വേറൊരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അംഗൻവാടിയിൽ നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ വരാത്തവരുണ്ട് കേട്ടോ. എല്ലാവരുടെയും സൗകര്യം അനുസരിച്ചിട്ടൊക്കെ അവർ പറ്റും പോലെ വന്നവരുണ്ട്, വരാത്തവരുണ്ട്. പിന്നെ എല്ലാവരും സമ്മാനം വാങ്ങാനായിട്ട് വരെ. ഇപ്പോൾ നമ്മുടെ അംഗൻവാടി അല്ലാണ്ട് വേറെയും ഇത് പ്രോഗ്രാം മത്സരമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള സമ്മാനമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഞാൻ അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതി ഇവരുടെ മാത്രമേ ആവും പെട്ടെന്ന് കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനും പോയത്. കാരണം നമ്മൾ അറിയില്ല, ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ ടീച്ചറിനും വലിയ പിടുത്തമുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്പാടീൻ്റെ ഫ്രണ്ടും കൂടി ഇരുന്നിട്ട് പോപ്കോണൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ പൊതുയോഗം പിന്നെ പ്രസംഗമൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടീസ് അതൊന്നും അറിയുന്നില്ല കേട്ടോ. അമ്പാടി പോയത് മുതൽ അവിടെ നിന്നിട്ട് പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ടിരിക്കണം. അപ്പോൾ കേട്ടോ ട്രോഫിയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല ഇതൊക്കെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്നുള്ള ഒരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയി കണ്ടപ്പോഴാണ് എനിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അങ്ങനെ അവരുടെ പ്രസംഗവും എല്ലാം കഴിഞ്ഞ് അവരുടെ പൊതുയോഗം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് അടുത്ത് സമ്മാനം. അപ്പോൾ ഫസ്റ്റ് അംഗൻവാടികൾക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തത്. കാരണം കുഞ്ഞു മക്കളാണ്. കാരണം ഇത് 9 മണിയൊക്കെ ആയിട്ടോ ഇത് തീർന്നപ്പോൾ. അത്രയും ലേറ്റാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ടീച്ചറും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ അവരുടെ പൊതുയോഗമൊക്കെ കഴിഞ്ഞു. അപ്പോൾ വലിയവരൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഇരിക്കട്ടെ, ഇവർ തീരെ കുഞ്ഞു മക്കളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടും അങ്ങനെ ഇരിക്കാനും കുറേ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പാടി അത്യാവശ്യം നല്ല അലമ്പൊക്കെ. എന്തായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് തന്നെ അവരിത് കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊന്നും നമ്മുടെ അംഗൻവാടിക്ക് കിട്ടിയില്ല. വേറെ ഇപ്പോൾ ഇത് ഫസ്റ്റ് അംഗൻവാടിക്കുള്ള സമ്മാനമാണ് കേട്ടോ. 5001 രൂപയുടെ കളിപ്പാട്ടങ്ങളാണ് ഫസ്റ്റ് കൊടുത്തത്. സെക്കൻഡിന് 3001 രൂപയുടെയും തേർഡിന് 2501 രൂപയുടെയും സമ്മാനങ്ങളായിരുന്നു, അതായത് കളിപ്പാട്ടങ്ങളായിരുന്നു കൊടുത്തത്. പിന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1001 രൂപയുടെ കളിപ്പാട്ടങ്ങൾ. അപ്പോൾ അത് ഈ പങ്കെടുത്ത ബാക്കി എല്ലാ അംഗൻവാടികൾക്കും ഉണ്ട്. അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടനും ഫ്രണ്ടും ടീച്ചറൊക്കെ ആയിട്ട് സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് പിറ്റേ ദിവസം നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എടുത്ത വീടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് കളിക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതിൽ സമ്മാനം കിട്ടുന്നതിലുപരി അവർക്കൊരു സന്തോഷം. എന്താ നമ്മളിങ്ങനെ സ്റ്റേജിൽ പോവുക, കാരണം എല്ലാ പിള്ളേരും പേടിയൊക്കെ ഉണ്ടാവും. എങ്കിൽ അവരെ കുഞ്ഞിലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ കിട്ടി അവർ കളിച്ചൊക്കെ വരുമ്പോൾ അവർക്ക് അതിൽ നിന്നും ഒരു പേടിയൊക്കെ മാറി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനൊക്കെ പറ്റും. അമ്പാടിയൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ചെയ്തത് അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും
അവർക്ക് ഇതിപ്പോൾ ഇങ്ങനെ മത്സരിച്ചിട്ടാണ് ഫസ്റ്റാണ് സെക്കൻഡാണ് അങ്ങനെ ഒരു ഇതില്ല. അവർക്ക് എന്തോ അവരെന്തൊക്കെയോ ചെയ്തു, അടുത്ത് എന്തൊക്കെയോ കിട്ടുന്നു, അങ്ങനെയുള്ള ആ ഒരു മൈൻഡാണല്ലോ. കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ അവരെന്തായാലും കിട്ടിയ സമ്മാനത്തിൽ അവർ സന്തുഷ്ടരാണ്. അപ്പോൾ ടീച്ചർ അതാണ് കേട്ടോ പറഞ്ഞത്, ഫസ്റ്റ് സെക്കൻഡ് കിട്ടുന്നതിന് നമുക്ക് ആ ടീച്ചറിന് അങ്ങനെ യാതൊരു ഇതുമില്ല, നമ്മുടെ കുട്ടികളെ അവിടെ കൊണ്ടുപോകാമെന്ന് പങ്കെടുപ്പിക്കുക, അതത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷേ കുട്ടികൾ കുറവായിട്ട് ടീച്ചറിന് പോകാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം അത്യാവശ്യം ഉള്ള കുട്ടികളെയൊക്കെ കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോൾ അത് ടീച്ചറിന് വലിയ സന്തോഷമായി, കാരണം അവരത്രയെങ്കിലും സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്തത് ടീച്ചറിനെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ അമ്മാടിക്കുട്ടനും ഫ്രണ്ട്സും ഒക്കെ കളിപ്പാട്ടൊക്കെ വെച്ചിട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവർക്ക് അതിപ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും പുതിയ ആളാണ് കേട്ടോ, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും അവരതൊക്കെ വെച്ച് കളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ അമ്പാടി കുട്ടനെയൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബായ്.